നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനാപുരം എംഎൽഎയും രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ ഗതാഗത മന്ത്രിയുമായ KB ഗണേഷ് കുമാർ പത്തനാപുരം KSRTC യൂണിറ്റിനായി 4 പുതിയ KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ സമർപ്പിച്ചു. തന്റെ നാടിനായി സമർപ്പിച്ച സ്വിഫ്റ്റ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിക്കുകയുണ്ടായി. ഇനി പത്തനാപുരത്തിന് 4 പുതിയ KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ സ്വന്തം. അങ്ങനെ ഒടുവിൽ പത്തനാപുരത്തിന് സ്വിഫ്റ്റ് ബസ് കിട്ടി. അതിന് ഞാൻ മന്ത്രിയാകേണ്ടി വന്നു എന്ന കാലതാമസം ഉണ്ടായിരുന്നു. പണ്ട് സ്വിഫ്റ്റ് ബസ്സിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് ബസ് നമ്മളങ്ങനെ സ്വിഫ്റ്റ് ബസ് കിട്ടി. എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. മറ്റേ ഒരെണ്ണം തരുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറഞ്ഞത്. ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവനക്കാർക്കറിയാം. നമ്മൾ വളരെ ആഗ്രഹിച്ചു, പക്ഷെ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഒത്തിരി എടുക്കുന്നില്ല, അത്യാവശ്യം എടുക്കുന്നുള്ളൂ. ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ബസ്സുകളെല്ലാം പൂർണ്ണമായി ലാഭത്തിൽ ഓടുക എന്നാണ്. മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിൽ ഓടിച്ച് ആളാകാൻ ശ്രമിക്കുന്ന പരിപാടി കൂടെ ഇല്ല. 2001 ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് കേരളത്തിലെ KSRTC ബസ്സുകളുടെ ആയുസ് 12 കൊല്ലമാണ്. 22 മാസങ്ങൾക്ക് ശേഷം രാജിവെച്ച് ഞാൻ പോകുമ്പോൾ അന്ന് KSRTC ബസ്സുകളുടെ ഏറ്റവും കൂടിയ പ്രായം 9 വയസ്സായിരുന്നു. 2023 വീണ്ടും ഞാൻ മന്ത്രിയാകുമ്പോൾ KSRTC ബസ്സുകളുടെ ഏറ്റവും കൂടിയ പ്രായം 15 വയസ്സാണ്. 15 വർഷം പഴക്കമുള്ളൊരു വണ്ടി നമുക്ക് നൽകുന്നത് ഒരുപക്ഷെ 1 ലിറ്റർ ഡീസലിൽ 1-1.5 കിലോമീറ്റർ ദൂരമായി. നമ്മൾ പറയുമ്പോൾ KSRTCയുടെ കണക്ക് പറയുന്നത് എന്താ, 3 കിലോമീറ്റർ കിട്ടും. ആവറേജാണ്. ഈ പുതിയ വന്ന സ്വിഫ്റ്റ് ബസ്സിനെ ഉൾപ്പെടുത്തി ഒരു ആവറേജ് എടുക്കുമ്പോൾ, ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ 3 പറയുന്നതല്ലാതെ യാതൊരു കണക്കുമില്ല, വ്യക്തമായ കണക്കില്ല. അപ്പം അതുകൊണ്ട് എല്ലാ ചെലവുകളും കുറയ്ക്കുന്ന ഭാഗമായി ഈ പഴയ വണ്ടികൾ മുഴുവൻ മാറ്റിക്കൊണ്ട് ചെറിയ ബസ്സുകളിലേക്ക് പോയി.